അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, വളരെ സതുദ്ദേശത്തോടുകൂടിയ ഒരു നീക്കം. ഇതിൽ ഇത്രയും കോടി ചെലവ് വരുന്ന ഒരു കാര്യത്തെ തിരുത്തണമെന്ന് സർക്കാർ പറയുന്നത് വികസിത രാജ്യങ്ങളുടെ മാതൃകകൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഈ കോടികൾ എങ്ങനെയാണ് രാജ്യം വീട്ടുക? എന്തുകൊണ്ട് ഒരു എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു നയമായിട്ട് ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിന്, ഇടതുപക്ഷത്തിനടക്കം കഴിയുന്നില്ല എന്നുള്ള ഒരു BJPയുടെ ചോദ്യമുണ്ടല്ലോ. എല്ലാ തീരുമാനങ്ങളും, കേന്ദ്ര സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഫെഡറലിസത്തെ തച്ചുടയ്ക്കാനാണെന്നുള്ള ആരോപണം വെറും രാഷ്ട്രീയപരമല്ലേ എന്ന് ചോദിക്കുന്നതിനടക്കം മറുപടി. അല്ല, ഒരു നോക്കൂ, നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിൽ എത്ര അഗ്രസീവായിട്ടാണ് എന്നുവെച്ചാൽ 2019-2024 കാലയളവുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ കാലയളവിൽ എത്ര ജാഗ്രതയോടുകൂടിയാണ് അവര് RSSന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം രാജ്യത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് നോക്കൂ. വളരെ പ്രകടമാണ്. അത് അവർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടത്തില്ലയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല, അതാണ് യാഥാർത്ഥ്യം. പല പുസ്തകങ്ങളിൽ നിന്നും പല കണ്ടന്റുകൾ പോകുന്നു. ഇത് നമ്മൾ ഒരിടത്ത് മാത്രമായി നിന്ന് അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. ഈ പറയുന്നതിനകത്ത് പല ആസ്പെക്റ്റുകളുണ്ട്. ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഫെഡറലിസത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നോക്കൂ, ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണമെന്നുള്ളത് നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ ഭാഗമാണത്. സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇലക്ഷൻ കമ്മീഷൻ പോലും പ്രവർത്തിക്കുന്നത് നരേന്ദ്രമോദിക്ക് ഏറ്റവും കൺവീനിയന്റായി ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ടാണ് പല ഘട്ടങ്ങളിലും അവർ ശ്രമിച്ചിട്ടുള്ളത്. വളരെ മോശമായ വർഗീയമായ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും അവിടെ ഒന്നും ഈ കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും ഒരു പ്രശ്നമല്ലാതായി മാറുന്നു. അതേ സ്ഥാനത്ത് കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് പറയുന്നു. ഇനി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഗവേണൻസ് നടക്കുന്നില്ല. ഈ പറയുന്ന വാദം ഒന്ന് ആലോചിക്കുക. ആ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഏറ്റവും കൂടുതൽ ബ്രീച്ച് ചെയ്യുകയും ഏറ്റവും കൂടുതൽ വർഗീയത പറയുകയും ഏറ്റവും വർഗീയത പറഞ്ഞ് അതിനനുസരിച്ച് വോട്ട് പിടിക്കുകയും ആന്റി മുസ്ലിം ഏത് റിലീജിയൻ ആകട്ടെ അത്രയും ചെയ്തിരുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത്. ഒന്നത്. രണ്ട്, ജനാധിപത്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഈ കർണാടകത്തിലെ ഗവൺമെന്റിനെ ആരാണ് ആദ്യം ജയിച്ചത്? അല്ലെങ്കിൽ ആരാണ് കോയിലേഷൻ ഗവൺമെന്റ് ഉണ്ടാക്കിയത്? അവനെ ഇവര് ഡിഫീറ്റ് ചെയ്തില്ലേ? പല സംസ്ഥാനങ്ങളും ഇവർ ചാക്കിട്ട് വാങ്ങിക്കുന്ന നിങ്ങൾ കണ്ടല്ലേ? ഓരോ എം എൽ എമാരെയും പണം കൊടുത്ത് വാങ്ങിച്ച് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ജയിച്ച ആൾക്കാർക്ക് റിസോർട്ടിലൊക്കെ ഓടിപ്പോയി ഇരിക്കേണ്ട അവസ്ഥ വരുന്നത് എങ്ങനെ? ഇത് ജനാധിപത്യത്തോട് റെസ്പെക്ട് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുമോ? ഇപ്പൊ ഇവരുടെ ഭാഗത്തേക്ക് വരാൻ ഇവർ എന്തൊക്കെ ഓഫേഴ്സ് ആണ് കൊടുക്കുന്നത്? ഏത് രീതിയിലാണ് ഇവർ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ മാനിപ്പുലേറ്റ് ചെയ്ത്? ഇ ഡി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ BJPയുടെ ഒരു ഘടകകക്ഷിയായി തന്നെ മാറി. ഒരു ഘട്ടത്തിൽ BJPയുടെ ഘടകകക്ഷിയായിരുന്നു ED. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇവർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ, ഈ ഇലക്ടഡ് ബോഡീസിലുള്ള അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനോടും റെസ്പെക്ട് ഉണ്ടെങ്കിൽ അവരതിനെ വഴിക്ക് വിടണ്ടേ? ഇപ്പുറത്തോട്ട് ചാക്ക് കെട്ടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവിടെ തന്നെ ഫ്രം ദ ബിഗിനിങ് ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറയുന്ന ആസ്പെക്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ഡിഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുറകോട്ട് പോയി ഇന്ദിരാഗാന്ധിയുടെ ക്രിറ്റിസിസം പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ ഈ 10 വർഷം കാലയളവ് എന്ന് പറഞ്ഞാൽ 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ആണെന്നുള്ളതാണ്. രണ്ടും വ്യത്യാസമാണ്. അതിനകത്ത് ഇന്ദിരാഗാന്ധി ഡെമോക്രാറ്റിക് വാല്യൂസിനെ റെസ്പെക്ട് ചെയ്തിട്ടില്ലാത്ത ആളാണെന്നുള്ള ക്രിറ്റിസിസം ഞാൻ എടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ വരുന്നത് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയെ കുറിച്ച് രണ്ടും രണ്ടാണ്. ദർ ഇസ് എ ജനറേഷണൽ ഷിഫ്റ്റ് എന്നുള്ളത് ആദ്യത്തെ കാര്യം. പിന്നെ നോക്കൂ, ഇവിടെ വരുന്ന ഒരു കാര്യം നോക്കൂ, ഇവർക്ക് എങ്ങനെ ഒരു ആൾക്കാരെ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യാനുള്ള ശ്രമം ഇവർ എപ്പോഴും നടത്തുന്നു. ഇപ്പൊ ഉദാഹരണം ജമ്മു ആൻഡ് കാശ്മീരിന് സ്റ്റേറ്റ് ഹുഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഹുഡ് എന്ന് പറഞ്ഞാൽ എപ്പോ കൊടുക്കും എന്നുള്ളത് ഇപ്പൊ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ കൊടുക്കും എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പോലും ആൻസർ ചെയ്തിട്ടില്ല. ദാറ്റ് ഇസ് റോങ് ഫ്രം ദ പാർട്ട് ഓഫ് ദ സുപ്രീം കോടതി. സുപ്രീം കോടതി അത് ആൻസർ ചെയ്യേണ്ട കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ അവിടുത്തെ ആൾക്കാരെ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നതിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതെ ആയി മാറുകയാണ് അവിടെ.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ഫലമായി ഇവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പലപ്പോഴും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ നമുക്ക് വിശ്വാസമില്ല. ഒന്നത് നോക്കൂ, ഇപ്പൊ ഇവർ പറയുന്ന കോസ്റ്റ് ഇഫക്റ്റീവ്നെസിനെ കുറിച്ചാണ് പറയുന്നത്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് നോക്കുമായിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്താൽ പോരെ. ഇപ്പം ജയചന്ദ്ര മാസ്റ്റർ പറഞ്ഞ പൊസിഷൻ എന്താ? ജയചന്ദ്ര മാസ്റ്ററിന്റെ പാർട്ടിയുടെ പോയിന്റ് വളരെ ജെന്യൂൻ ആയിട്ട് പ്ലേസ് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ 52-ലെ 67-ലെ ഒക്കെ കഥ അദ്ദേഹവും പറഞ്ഞു. ശരി, അതിനു മുമ്പൊരു കാലഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ ഒറ്റ ഇലക്ഷൻ മതി എന്ന് അവരെന്നാ വെക്കാഞ്ഞത്? അത് വെക്കാഞ്ഞതിന് കാര്യം ഇങ്ങനെയുള്ള അപകടം ഉള്ളത് കൊണ്ടാണ്. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ശേഷം പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും താല്പര്യം, അല്ലെങ്കിൽ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെയും താല്പര്യം എന്ന് പറയുന്നത് ഒന്നിച്ച് നടത്തുക എന്നുള്ളതാണ്. നോക്കൂ, BJPയുടെയോ കോൺഗ്രസിന്റെയോ CPMന്റെയോ അഭിപ്രായമാണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കരുതാൻ പാടില്ല. ഇവർ എല്ലാം കൂടി ഇരുന്നാൽ പോലും യഥാർത്ഥത്തിൽ അങ്ങനെ ആകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് പോട്ടെ. ഇവിടെ വി ദ പീപ്പിൾ എന്ന് പറയുന്ന ആസ്പെക്ട് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ BJP ആസ് എ പൊളിറ്റിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി, ദേ ഹാവ് എൻ അഡ്വാൻറ്റേജ് അറ്റ് ദിസ് പോയിന്റ്. എന്താണ്? അവർ രാജ്യത്തെല്ലാം ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പൊ നറേറ്റീവ്, പൊളിറ്റിക്കൽ നറേറ്റീവ് മാറ്റാം എന്നുള്ളതാണ്. പെട്ടെന്ന് ഇപ്പൊ നാഷണലിസം, ഹൈപ്പർ നാഷണലിസം ഇങ്ങനെയുള്ള കാര്യം പറയുന്നു. ഒരു ടോൾ ലീഡറെ കൊണ്ടുവരുന്നു, ടോൾ ലീഡർ സംസാരിക്കുന്നു. അപ്പൊ ഈ റീജിയണൽ സബ്ജക്ട്സ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ കേരളം ചർച്ച ചെയ്യുന്ന, ഇടപെടരുത്, ഞാൻ കംപ്ലീറ്റ് ചെയ്തോളൂ. റീജിയണൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ കേരളം സംസ്ഥാനത്തിന്റെ വിഷയം വരുമ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല ചർച്ചയായി മാറും. നോക്കൂ, ജനാധിപത്യത്തിനെ എങ്ങനെയാണ് നമ്മൾ വാല്യൂസിനെ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ ചോദ്യം. ജനാധിപത്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുക. കേരളത്തിന്റെ വിഷയങ്ങളായിരിക്കത്തില്ല ഡിബേറ്റ് ചെയ്യുന്നത്. നാഷണലിസം, എന്നെ രക്ഷിക്കൂ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഏൽപ്പിക്കൂ, എല്ലാ സംസ്ഥാനവും ഏൽപ്പിക്കൂ, ദേശീയത എന്ന് പറയുന്ന ആ നറേറ്റീവിലേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെയും കൊണ്ടുവരുന്നത് വഴി അവിടെയാണ് പ്ലൂറാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതാകുന്നത്. ആന്ധ്രാപ്രദേശ്, UP, ബീഹാർ, നോക്കൂ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ഇൻഡിജീനിയസ് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണ്ടേ, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടണ്ടേ? അതിന് മേളിൽ ഒരു നാഷണൽ നറേറ്റീവ് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്ലൂറാലിറ്റി ഇല്ലാതാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ എന്റെ വായനയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ പഠിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യോളജിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ സബോൾട്ടറൻ സ്റ്റഡീസ് നടത്തുന്നത് എന്തിനാണ്? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പിന്നെ എബവ് ഓൾ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യമാകാൻ പാടില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ താല്പര്യം. അത് രണ്ടാ. അത് വലിയൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് കൺവീനിയന്റ് ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല അന്നത്തെ ഇൻകംബന്റിന്റെ ജോലി. ഇപ്പോഴത്തെ ഇൻകംബന്റ് എന്ന് പറയുന്നത് BJP ആണ്. ഒരു ഘട്ടത്തിൽ അവർ പുറത്തു പോകും. ഇത് എക്കണോമിക് കാര്യങ്ങൾ മാത്രം നോക്കിയല്ല നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ എത്തിയിട്ടുള്ളത്. അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആദ്യം തന്നെ ഇന്ത്യ ഇതിലും ദരിദ്രമായി നിന്ന, ഇവിടുത്തെ ആൾക്കാർ പട്ടിണി പാവങ്ങളായി ജീവിച്ച സമയത്ത്, ഒരു കാരണവശാലും 3 നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്ത കാലത്താണ് പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഇന്ത്യ ഉള്ളത്. അതിൽ നിന്ന് എത്രയോ വളർന്നാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ മെച്ചപ്പെടുന്നു, എല്ലാത്തിലും മെച്ചപ്പെടുന്നു, ആസ് എ ഹോൾ നേഷൻ മെച്ചപ്പെടുന്നു. അപ്പൊ അന്ന് തന്നെ ഇത് വെച്ചാ പോരായിരുന്നോ? അന്ന് വെക്കാത്തതിന്റെ പേർപ്പസ്, ഐ എം ഡെഫിനറ്റ്ലി ഷുവർ, അത് ഈ പ്ലൂറാലിറ്റി എന്ന് പറയുന്ന ആസ്പെക്ടിനെ അപ്ഹോൾഡ് ചെയ്യാനാണ്. അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തിരികെ എത്താം. റോണി